നമസ്കാരം. പലരും പല വ്യക്തികളെയും കണ്ണടച്ച് വിശ്വസിക്കുന്നവരാകുന്നു. എന്നാൽ പിന്നീട് പലപ്പോഴായി പല ദുരനുഭവങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. അതിനാൽ തന്നെ വിശ്വസിക്കുന്ന പലരും ആ വിശ്വാസ്യത തിരിച്ചു പുലർത്തണം എന്നില്ല. അത്തരത്തിൽ പലരും പല വ്യക്തികളെയും വഞ്ചിക്കുന്നവർ തന്നെയാകുന്നു. ജ്യോതിഷപ്രകാരം ആരെയും വഞ്ചിക്കാത്ത നക്ഷത്രക്കാരെ കുറിച്ച് പരാമർശമുണ്ട്. ഈ പറയുന്നതിൻ്റെ അർത്ഥം ഇവർ മാത്രമേ വഞ്ചിക്കാത്തവരായിട്ടുള്ളൂ എന്നല്ല. ഓരോ നക്ഷത്രക്കാരുടെയും ജനനസമയപ്രകാരം ജാതകപ്രകാരം ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതാകുന്നു. എന്നാൽ പൊതുഫലത്താൽ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ജ്യോതിഷത്തിൽ പരാമർശിച്ചിരിക്കുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാരാകുന്നു. കാർത്തിക നക്ഷത്രക്കാർ പൊതുഫലത്താൽ ആരെയും വഞ്ചിക്കാത്ത അല്ലെങ്കിൽ ആരെയും പറ്റിക്കുവാൻ സാധിക്കാത്ത വ്യക്തികളാണ് എന്ന് തന്നെ പറയാം. എന്ത് നല്ലത് ചെയ്യുകയാണ് എങ്കിലും അതിൽ അവസാനം ഇവർക്ക് തന്നെ ചീത്തപ്പേര് അല്ലെങ്കിൽ അപവാദം കേൾക്കേണ്ടതായി വരും. നല്ലത് ചെയ്താലും മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർ എന്നറിയുക. എന്നാൽ വാശിയുള്ളവരാണ് ഇവർ. ഏത് കാര്യവും നേടണം എന്ന് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് വാശിയോടെ പ്രവർത്തിക്കുന്നവരുമാകുന്നു. എവിടെയും അംഗീകാരം ആഗ്രഹിക്കുന്നവരാണ് എന്നതും കാർത്തിക നക്ഷത്രക്കാരുടെ പ്രത്യേകതയാകുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവർ ആരെയും വഞ്ചിക്കാത്തവരാണ് എന്ന് തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രക്കാരാകുന്നു. ഉത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല മനസ്സുള്ളവരാണ് പൊതുവെ ഉത്രം നക്ഷത്രക്കാരായ വ്യക്തികൾ. മറ്റുള്ളവർക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്ന് നിസ്സംശയം ഇവരെക്കുറിച്ച് പറയുവാൻ സാധിക്കും. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നവരാണ് എന്നതും ഉത്രം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാകുന്നു. ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നവരാണ് എന്ന് തന്നെ പറയാം. അകമഴിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു മനസ്സ് ഇവർക്കുണ്ട്. അറിയാതെ പറയുന്ന വാക്കുകളാൽ ആപത്ത്, അതേപോലെ തന്നെ ശത്രുശല്യം എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികളാണ് ഇവർ. നല്ല ബന്ധം പോലും മോശമായി പോകുവാൻ ഇത്തരത്തിലുള്ള സംസാരത്താൽ അറിയാതെ പറഞ്ഞു പോകുന്ന ഈ കാര്യങ്ങളാൽ ഇവർക്ക് സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ തന്നെ ചെയ്യുകയും അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുക. ആരെയും വഞ്ചിക്കില്ല എന്നതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. അതിനുള്ള മനസ്സ് ഇവർക്കില്ല എന്നതാണ് വാസ്തവം. മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാകുന്നു. മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേകതകൾ ഉള്ളവരാകുന്നു. മകീര നക്ഷത്രക്കാർ പൊതുവെ ശുദ്ധമായ മനസ്സുള്ളവരാണ് എന്ന് തന്നെ പറയാം. ആരെയും ഉപദ്രവിക്കണമെന്നോ അത്തരത്തിലുള്ള ചിന്താഗതി മനസ്സിലേക്ക് കടന്നു വരാത്തവർ എന്ന പ്രത്യേകത പൊതുവെ മകീരം നക്ഷത്രക്കാർക്കുണ്ട്. ആരെയും സഹായിക്കുവാൻ സന്നദ്ധരാണ് മകീരം നക്ഷത്രക്കാർ എന്നതും ഇവരുടെ മനസ്സിന്റെ വലുപ്പമായി തന്നെ പറയാം. പരിചയമില്ല എങ്കിൽ പോലും സഹായം ചെയ്യുന്നവർ തന്നെയാണ് ഇവർ. എന്നാൽ ഇവർ ആരെയെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവരിൽ നിന്നും തിരിച്ച് ആവശ്യ സമയത്ത് സഹായം ഇവർ പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കണം എന്നില്ല. അതുമൂലം പല പ്രയാസങ്ങളും ഇവർക്ക് ജീവിതത്തിൽ നേരിട്ടിട്ടുള്ളവർ തന്നെയാകുന്നു. എന്നാൽ പല അവസരങ്ങളിലും പല വ്യക്തികളും അത് സഹായിച്ച വ്യക്തികളാണ് എങ്കിൽ പോലും വേണ്ടപ്പെട്ടവർ പല അവസരങ്ങളിലും ഇവരെ തള്ളി പറയുന്നതാകുന്നു. അതിനാൽ ആ കാര്യവും ഇവർ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ആരെയും പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. എന്നാൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇവർ ആരെയും വഞ്ചിക്കാത്തവരാകുന്നു. മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാകുന്നു. ചിത്തിര നക്ഷത്രക്കാരായ വ്യക്തികൾ പൊതുവെ അവർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്നവരാകുന്നു. അവർക്ക് ആവശ്യമായ സഹായം ആവശ്യമായ സമയത്ത് നൽകണം എന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവരുമാണ് പൊതുവെ ചിത്തിര നക്ഷത്രക്കാർ. എന്നാൽ എത്ര കഷ്ടകാലമാണ് എങ്കിലും
എത്ര കഷ്ടകാലം ഇവർ അനുഭവിക്കുകയാണ് എങ്കിൽ പോലും ഇവർ മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ ഒരു അംശം പോലും അവർ തിരികെ നൽകില്ല, അല്ലെങ്കിൽ ഇവരെ സഹായിക്കില്ല എന്ന് തന്നെ പറയാം. അത്തരത്തിൽ പല വിഷമങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്ന് കൂടി നാം മനസ്സിലാക്കുക. അതിനാൽ ചിത്തിര നക്ഷത്രക്കാരായ വ്യക്തികൾ മറ്റുള്ളവരെ ചതിക്കാത്തവരാണ് എങ്കിൽ പോലും ഇവർക്ക് ആവശ്യമുള്ള സമയത്ത് സഹായം ലഭിക്കുന്നവരല്ല. മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുകയും അവർക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളുകയും ചെയ്യും. അതേപോലെ ആരെയും വഞ്ചിക്കുവാൻ താല്പര്യപ്പെടാത്ത ഇവർ എപ്പോഴും ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവരുമാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രക്കാരാകുന്നു. ചോതി നക്ഷത്രവുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ പൊതുവെ ചോതി നക്ഷത്രക്കാരായ വ്യക്തികൾ നല്ല മനസ്സിന് ഉടമകളാണ് എന്ന് തന്നെ പറയാം. കൂടാതെ എടുത്തുചാട്ടം ജീവിതത്തിൽ സംഭവിക്കുകയും അതുമൂലം നഷ്ടങ്ങൾ സംഭവിക്കുക, അത്തരത്തിൽ ജീവിതത്തിൽ മറക്കുവാൻ സാധിക്കാത്ത പല പ്രശ്നങ്ങളും വന്ന് ചേരുന്നതിന് കാരണമായി തീരാം. അതിനാൽ തന്നെ ചോതി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇവർ ആരെയെങ്കിലും സ്നേഹിക്കുകയാണ് എങ്കിൽ, സുഹൃത്തുക്കളാണ് എങ്കിൽ തീർച്ചയായും അവരെ അകമഴിഞ്ഞ് തന്നെ സ്നേഹിക്കുന്നവരാകുന്നു. കപട സ്നേഹം ഇവർക്കില്ല എന്നതാണ് വാസ്തവം. എന്നാൽ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അധികമായ സ്നേഹം അത് മറ്റുള്ളവർക്ക് താല്പര്യപ്പെടണം എന്നില്ല. അതിനാൽ തന്നെ പലപ്പോഴും ബന്ധങ്ങൾ നിലനിൽക്കുവാൻ പ്രയാസമാണ് എന്നുകൂടി അറിയുക. ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിനും ജീവിതത്തിൽ അതുമൂലം ദുഃഖങ്ങൾ വന്നു ചേരുന്നതിനും കാരണമായേക്കാം എന്നുകൂടി മനസ്സിലാക്കുക. എന്നാൽ ആരെയും ചതിക്കുവാൻ താല്പര്യപ്പെടാത്തവരാണ് പൊതുവെ ഈ നക്ഷത്രക്കാർ. അതിനാൽ തന്നെ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നവരുമാകുന്നു.